ഇപ്പം നമുക്കറിയാം, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇവിടെ ന്യൂജേഴ്സിയിൽ പള്ളിയിൽ വന്ന് 2 പേരെ കൊന്നു. പിന്നെ ഭാര്യയെയും അതുപോലെ തന്നെ വേറൊരാളെയും കൊന്നു. ആ പയ്യനെ, അന്ന് പയ്യനല്ല, അയാളെ പിന്നെ ആജീവനാന്തം തടവിന് ശിക്ഷിക്കുകയാണ് ചെയ്തത്. ആജീവനാന്തം എന്ന് പറഞ്ഞാൽ ആ ഒരു 5-6 അടിയുള്ള ഒരു ചെറിയ ഒരു മുറിയിൽ, അതിൻ്റെ അകത്ത് തന്നെയാണ് വെള്ളവും, കുടിക്കാനുള്ള വെള്ളവും കക്കൂസും എല്ലാം അതിൻ്റെ അകത്ത് തന്നെ. 5-6 അടി 6 അടിയോ ഒക്കെ മാത്രമുള്ള ഒരു സ്ഥലം, 6 അടി 5-8 അടി. അപ്പോൾ അതിനകത്ത് ജീവിതാന്ത്യം വരെ കിടക്കണം. ഒരിക്കൽ പോലും പുറത്തിറങ്ങാൻ പറ്റില്ല, ജയിലിന് പുറത്തിറങ്ങാൻ പറ്റില്ല. അതാണ് ശിക്ഷ. ആ ശിക്ഷയാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നിപ്പോകുന്നു. കാരണം വധശിക്ഷ നടപ്പാക്കുന്നതിന് കൂടുതൽ ചിലവ് വരുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ കിടന്നാൽ അത്ര ചിലവൊന്നും വരില്ല എന്നും, അതുപോലുള്ള ചിലവുകളൊന്നും വരുന്നില്ല എന്നും. എന്നാൽ ആ പീഡനം അർഹമായ ഒരു പീഡനമാണ് ഇവിടെയും കിട്ടുന്നത്. ഇതിൽ കൂടുതൽ എന്താണ് പീഡനം? ഒരു ഇടുങ്ങിയ കൂട്ടിൽ ഒരു ജീവിതം മുഴുവൻ അവിടെ കഴിച്ചു കൂട്ടുക എന്ന് പറയാമോ? പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതി വരിക എന്ന് പറഞ്ഞാൽ, പുറത്ത് ആകാശമൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ സ്ഥിതി? അപ്പോൾ അങ്ങനെയുള്ള ആ ശിക്ഷ, അങ്ങനെയുള്ളൊരു ബദൽ ശിക്ഷയുള്ള സമ്പ്രദായം ഉള്ളപ്പോഴാണ് ഈ ഓരോ കുറ്റത്തിനും ഇങ്ങനെ ആളുകളെ പിടിച്ച് നിഷ്കരണം വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന ഒരു സമ്പ്രദായം. അതിലേറ്റവും എനിക്ക് തോന്നുന്നത് ഈ 9/11 കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ടെക്സസിൽ ഒരു പട്ടേലിനെ, കട നടത്തിക്കൊണ്ടിരുന്ന ഒരു പട്ടേലിനെ പോയി ഒരു അമേരിക്കക്കാരൻ, വെള്ളക്കാരനാണ്, അയാൾ പോയി വെടിവെച്ച് കൊന്നു. അപ്പോൾ ഈ വെള്ളക്കാരൻ, അയാളുടെ വിചാരം എന്താണ്? ഈ പട്ടേലും ഇവരും എല്ലാം ഈ 9/11 ആക്രമണകാരികളും എല്ലാം ബന്ധപ്പെട്ടവരാണ്. ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്തവരൊക്കെ ഈ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന്, ഇങ്ങനെയൊക്കെയുള്ളൊരു ധാരണയിലാണ് ഇയാൾ കുറ്റകൃത്യം ചെയ്യുന്നത്. എന്തായാലും അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു, അയാളുടെ വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തു. ഞാൻ ഓർക്കായിരുന്നു, ഇന്ത്യയിലായിരുന്നെങ്കിലോ, ഇന്ത്യയിലാണെങ്കിൽ അയാളൊരു രാജ്യസ്നേഹത്താൽ പ്രേരിതനായി ചെയ്തൊരു കാര്യമാണ്. എന്നല്ല, ഈ വ്യക്തിയോടുള്ള ഒരു വിരോധം കൊണ്ട് ചെയ്തതല്ല. ആ രാജ്യത്തോടുള്ള ആ സ്നേഹം, ഇവരെല്ലാം രാജ്യത്തിൻ്റെ ശത്രുക്കളാണെന്നുള്ള ഒരു തെറ്റായ ധാരണ, കാരണം അത്രയുള്ള അയാളുടെ വിവരം എന്ന് വിചാരിക്കാം. എന്നാൽ പോലും അമേരിക്ക അയക്ക് മാപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇയാൾ ആക്രമിച്ച മറ്റൊരാൾ ശക്തമായ പ്രചാരണമൊക്കെ നടത്തിയെങ്കിലും ഇവിടുത്തെ സിസ്റ്റം അതിന് വഴങ്ങിയില്ല. എന്തായാലും ഈ അമേരിക്കയിൽ നടക്കുന്ന വധശിക്ഷകളും അത്ര സുഖമുള്ള ഒരു കാര്യമല്ല. ഈ കാണുന്ന ചെറിയ കുറ്റങ്ങളൊക്കെ, അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ഇല്ലാതാവുന്നുണ്ടോ? വധശിക്ഷ ഇങ്ങനെ നിഷ്ഠൂരമായിട്ട് ഇങ്ങനെ ശിക്ഷ നടപ്പാക്കുന്നത് കൊണ്ട് കുറ്റകൃത്യങ്ങൾ ഇല്ലാതാവുകയോ ആ കുറ്റങ്ങൾ ഇല്ലാതാവുകയോ ഒന്നും ചെയ്യുന്നില്ല. വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത്.